ലോകം ഉറ്റുനോക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2 ദിവസത്തെ ചൈന സന്ദർശനം അവസാനിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി, തായ്വാൻ വിഷയം തുടങ്ങിയ ആഗോള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വലിയ പ്രഖ്യാപനങ്ങളോ നിർണായകമായ തീരുമാനങ്ങളോ ഇല്ലാതെയാണ് കേട്ടോ ഈ സന്ദർശനം കടന്നുപോയിരിക്കുന്നത്. എന്നാൽ ഭൗമരാഷ്ട്രീയത്തിനപ്പുറം ആഗോള വിപണിയെ സ്വാധീനിക്കുന്ന ചില വൻകിട വ്യാപാര കരാറുകൾക്ക് ബെയ്ജിംഗ് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. സന്ദർശനത്തിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി 2 തവണയാണ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത്. നിർണായകമായ വ്യാഴാഴ്ചത്തെ ചർച്ചയിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താമെന്ന US-ന്റെ ആവശ്യം ചൈന അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ വിഷയത്തിൽ മറ്റു തന്ത്രപ്രധാനമായ തീരുമാനങ്ങളിലേക്കൊന്നും ഇരു രാജ്യങ്ങളും എത്തിയിട്ടില്ല. മറുവശത്ത് തായ്വാൻ വിഷയം പതിവ് പോലെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുകയുന്ന തർക്കമായി തന്നെ തുടരുകയാണ്. തായ്വാന് US ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഷീ ജിൻപിങ് ട്രംപിന് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇനിയും തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ ചർച്ചകൾ വഴിമുട്ടിയെങ്കിലും വലിയൊരു സാമ്പത്തിക നേട്ടവുമായാണ് കേട്ടോ ട്രംപ് ചൈന വിടുന്നത്. അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിൽ നിന്നും 200 കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ വാങ്ങാൻ ചൈന സമ്മതിച്ചതായി ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫോക്സ് ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കേട്ടോ അദ്ദേഹം ഈ വൻ കരാറിന്റെ വിവരങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത്. അവർക്ക് 150 ബോയിങ് വിമാനങ്ങൾ മാത്രമാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ഒടുവിൽ അവർ 200 എണ്ണം വാങ്ങി. ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. One thing he agreed to today is going to order 200 jets. That's a big thing, Boeing. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ US നിർമ്മിത വാണിജ്യ വിമാനങ്ങൾക്കായി ചൈന നൽകുന്ന ഏറ്റവും വലിയ ഓർഡറുകളിൽ ഒന്നാണിത്. ചർച്ചകൾക്ക് കരുത്തു പകരാൻ ബോയിങ് CEO കെല്ലി ഔട്ട്ബർഗും US പ്രതിനിധി സംഘത്തോടൊപ്പം ബെയ്ജിങ്ങിൽ എത്തിയിരുന്നു. ട്രംപ് ഇതൊരു വലിയ വിജയമായി ആഘോഷിക്കുമ്പോഴും ഓഹരി വിപണിയിൽ നിന്നും ബോയിങ്ങിന് ലഭിച്ചത് കനത്ത തിരിച്ചടിയാണ് കേട്ടോ. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ബോയിങ്ങിന്റെ ഓഹരി വില 4% കുറയുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് വിപണി ഇങ്ങനെ പ്രതികരിച്ചത് എന്നതല്ലേ? കാരണം വളരെ ലളിതമാണ്. 500 ബോയിങ് 737 മാക്സ് വിമാനങ്ങൾ വരെ ചൈന വാങ്ങുമെന്ന് അമേരിക്ക ചൈന ചർച്ചകൾക്ക് മുമ്പ് ബ്ലൂംബർഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയ വിപണിക്ക് 200 വിമാനങ്ങൾ എന്ന പ്രഖ്യാപനം തികച്ചും നിരാശാജനകമായിരുന്നു. മാത്രവുമല്ല കേട്ടോ, ബോയിങ്ങോ ചൈനീസ് എയർലൈനുകളോ ഔദ്യോഗികമായി ഈ കരാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും വിപണിയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. എങ്കിലും വിമാനങ്ങൾക്ക് പുറമെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനായി US-ൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ഊർജ്ജ സംഭരണികളും വൻതോതിൽ വാങ്ങാമെന്ന് ചൈന സമ്മതിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സാമ്പത്തികമായി ഇരു രാജ്യങ്ങൾക്കും താൽക്കാലിക ആശ്വാസം നൽകുന്ന ഒന്നായി ട്രംപിന്റെ ചൈന സന്ദർശനം മാറിയെന്ന് വേണം വിലയിരുത്താൻ.